RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന FA കപ്പിന്റെ ഫൈനലിനെ കുറിച്ചാണ്. FA കപ്പിന്റെ ഫൈനലിന്റെ ഒരു ചിത്രം ഇന്നലെ രാത്രി ചെൽസി വിസസ് ലീഡ്സ് യുണൈറ്റഡ് മത്സരത്തിന് ശേഷം ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. രണ്ട് നീല ജേഴ്സിക്കാരും തമ്മിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഒന്ന് ഇളം നീല ജേഴ്സിയായ മാഞ്ചസ്റ്റർ സിറ്റി, പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ അവിടെ ഒരു കോച്ച് പോലും ഇല്ലാതെ കോച്ചിനെ സാക്ക് ചെയ്തിട്ടാണ് ചെൽസി ഇന്ന് ആ ഒരു സെമി ഫൈനൽ മത്സരത്തിന് ഇറങ്ങിയത്. കോച്ചിനെ വരെ സാക്ക് ചെയ്ത ആ ഒരു നിമിഷത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി 1-0 ഏകപക്ഷീയമായ ഒരു ഗോളിലാണ് ലീഡ്സ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. കിടിലം മത്സരമായിരുന്നു. അപ്പോൾ മത്സരത്തെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് തന്നെ എന്താണ് ഇനി ഫൈനൽ നടക്കാൻ പോകുന്നത്? മാഞ്ചസ്റ്റർ സിറ്റി ഓർ ചെൽസി, ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിറ്റി ഇപ്പോൾ കിടിലം ഫോമിലാണ് നിൽക്കുന്നത്. കരബാവ് കപ്പ് ഫൈനലിൽ ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ട് അവർ ആദ്യ കിരീടം സ്വന്തമാക്കി. ലീഗിൽ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലായിട്ടുള്ള പോയിന്റ് വ്യത്യാസം പറഞ്ഞാൽ 3 പോയിന്റാണ്. അത് ഒരു കളി ബാക്കിയുള്ള കാര്യമാണ്. അത് ഫോട്ടോ ഫിനിഷിലേക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും കപ്പടിക്കാം. ആഴ്സണൽ ഫാൻസ് പറയുന്നുണ്ട് ഞങ്ങൾ അടിക്കാന്ന്. മറ്റുള്ള കുറേ ഫാൻസുകാർ, സിറ്റി മാത്രമല്ല മറ്റുള്ള കുറേ ഫാൻസുകാർ പറയുന്നു ആഴ്സണൽ കപ്പടിക്കില്ലാന്ന്. കാരണമായിട്ട് അവർ കാണിക്കുന്നത് ഈ അവസാനമായി കഴിഞ്ഞാൽ ഈ ആഴ്സണൽ സ്ഥിരം പരിപാടി കലവിട്ടടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ടാന്ന് പറയുന്നത്. പക്ഷേ ഈ സീസണിലെങ്കിലും ആഴ്സണൽ, എൻ്റെ ഒരു മനസ്സ് പറയുന്നുണ്ട് ആഴ്സണൽ അടിക്കുന്ന. അവർ ഇനി എന്തൊക്കെ പ്രതിസന്ധികളെ നേരിട്ടാലും അവർ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കപ്പടിക്കുന്നുണ്ട്. FA കപ്പിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ നേടിയിട്ടുള്ളത് ആഴ്സണലിനാണ്. FA കപ്പ് എന്ന് പറഞ്ഞാൽ ആഴ്സണലിന്റെ ഫേവറേറ്റ് ആണ്. 14 തവണ അവർ കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ സിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സിറ്റി ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. കരബാവ് കപ്പ് അടിച്ചു. ഇനി FA കപ്പ് ഫൈനലിലാണ് ചെൽസിയെ പരാജയപ്പെടുത്തി കപ്പടിക്കാം. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് സിറ്റി എല്ലാ സീസണിലും ഫൈനലിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്റ്റൽ പാലസിനോട് പരാജയപ്പെട്ടു. അതിന് മുമ്പത്തെ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടാണ് തോന്നുന്നത് പരാജയപ്പെട്ടു. അങ്ങനെ 3 സീസണോളം ഫൈനലിലെത്തിയിട്ട് കപ്പ് കയ്യിൽ നിന്ന് പോയ പെപ്പിന്റെ ഒരു FA കപ്പാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെൽസി ഇതിനു മുമ്പ് FA കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ചെൽസിയുടെ ഈ അവസാന മത്സരങ്ങളായ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട് അവസാനം വിങ്ങർമാരും സ്ട്രൈക്കർമാരൊക്കെ ഗോൾ അടിക്കാനില്ലാണ്ടായപ്പോൾ ക്യാപ്റ്റൻ തന്നെ വേണ്ടി വന്ന് മിഡ്ഫീൽഡിൽ നിന്ന് ഇറങ്ങി വന്ന എൻസോ ഫെർണാണ്ടസിന്റെ ഒരു കിടിലൻ ഹെഡറിലൂടെയാണ് അവർ ഇന്ന് ലീഡ്സ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ട് ഫൈനലിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് 13 കളി തോറ്റുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതിന് ഒരു തട ഇടാൻ പറ്റുമെന്നാണ് ഈ ഫൈനലിൽ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ചെൽസിക്ക് ഒരു കാര്യമുണ്ട്. ചെൽസി എത്ര മോശം ഫോമിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫൈനൽ കപ്പ്, അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടാണ്. ആരായിട്ട്? PSG ആയിട്ട്. PSG പീക്ക് ലെവൽ, അവരുടെ ചാമ്പ്യൻസ് ലീഗും അവരുടെ കപ്പും എല്ലാം നേടിയിട്ട്, ഫ്രഞ്ച് ലീഗ്, ഫ്രഞ്ച് കപ്പ് എല്ലാം എടുത്ത് ഇങ്ങനെ അവർ ആ സീസണിൽ വാരാവുന്ന എല്ലാ ട്രോഫികളും വാരി കൂട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ ലൂയിസ് എൻട്രിക്കിന്റെ കീഴിൽ PSG ഇങ്ങനെ മിന്നു ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചിത്രത്തിൽ ഫൈനലിൽ എത്തിയപ്പോൾ ചെൽസി വിസസ് PSG എല്ലാവരും കരുതിയത് പറഞ്ഞാൽ PSG ഏകപക്ഷീയമായിട്ട് വിജയിക്കുന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരും നെട്ടിച്ചുകൊണ്ട് 3-0 തോന്നുന്നത്. 3-0 PSG പരാജയപ്പെടുത്തിയത്. അങ്ങനെ PSG നിലം പരിശാക്കാന്ന് പറയില്ല, ഒന്നും ഇല്ലാതാക്കിയിട്ടാണ് ചെൽസി ആ ഒരു ക്ലബ് വേൾഡ് കപ്പ്, അതും ക്ലബ് വേൾഡ് കപ്പ് മുന്നത്തെ പോലെ അല്ല, ഒരു സെമി ഫൈനലും ഫൈനലും മാത്രം കളിക്കല്ല, ഒരു ടൂർണമെന്റ് പോലെ, ഒരു വേൾഡ് കപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു FA കപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു കരബാവ് കപ്പ് പോലെ കളിച്ച് അവർ ഫൈനലിൽ, സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനലിൽ PSG പരാജയപ്പെടുത്തി കപ്പടിച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം ചെൽസിക്ക് ഉണ്ട്. ചെൽസി ഇതേപോലെ ഇപ്പോൾ പുതിയ മാനേജ്മെന്റ് കീഴിൽ കുറെ കപ്പുകൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കരബാവ് കപ്പ്, FA കപ്പ്, അതേപോലെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ ലീഗ് കപ്പടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചരിത്രങ്ങളുണ്ട്. പക്ഷെ 13 മത്സരങ്ങളായി ചെൽസി സിറ്റിയോട് വിജയിച്ചിട്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. സമനിലയും പരാജയങ്ങളും കാര്യങ്ങളും, ഒരു വിജയം പോലും ഇതുവരെ സ്വന്തമാക്കാൻ പറ്റില്ല. അതിന് ഒരു തടയിടാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ നോക്കണ്ട്. സിറ്റി ആണെങ്കിൽ മിന്നും ഫോമിലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റി തുടക്കം ഭയങ്കര മോശമായിരുന്നെങ്കിലും എന്താ പറയുക, പുതിയ സൈനികൾ, ചെർക്കി, രജേന്ദ്രസ്, അങ്ങനെ പുതിയ കുറേ സൈനികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈനിങ് പഴയ പ്ലേയേഴ്സായിട്ട് ഒരു മിംഗ്ലിങ് ഉണ്ടല്ലോ, അതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ ആഴ്സണലിലേക്ക് നിർത്തിച്ചുകൊണ്ട് അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 9-10 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ സെയിം പോയിന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മത്സരം കുറവാണ്, 3 പോയിന്റ് ആഴ്സണൽ ലീഡുണ്ട്. അവസാന മത്സരത്തിൽ ആഴ്സണൽ ജയിച്ചിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങളൊക്കെ ഭയങ്കര നിർണായകമാണ്. ഒരു മത്സരം, അത് അവസാനം നടന്ന ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ആഴ്സണൽ മത്സരം, അതിൽ 2-1 വിജയിച്ചിട്ടുണ്ടായിരുന്നു സിറ്റി. അതോടുകൂടിയിട്ടാണ് ഇവർ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം, അത് പറഞ്ഞാൽ പോയിന്റ് വ്യത്യാസം ആയിക്കോട്ടെ, ഗോൾ അടിച്ചത്, അതേപോലെ തന്നെ ഗോൾ ശരാശരി, അതേപോലെ എല്ലാം സെയിമാണ്. അപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഗോൾ ശരാശരി നോക്കേണ്ടി വരും. അത് ഗോൾ ശരാശരി 1 കഴിഞ്ഞാൽ അതിന്റെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉള്ള ആ ഒരു ഇതൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ FA കപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനി ഏത് നീലയായിരിക്കും കപ്പടിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. കടും നീലയാണോ അതോ ഇളം നീലയാണോ എന്നുള്ളത്
ഇപ്പോൾ മഞ്ചസ്റ്റർ ചുവപ്പാണോ നീലയാണോ എന്നുള്ള ഒരു ഇതൊക്കെ ഓരോ ഡെർബികൾ നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഫൈനൽ എന്ന് പറഞ്ഞാൽ മഞ്ചസ്റ്ററും ചെൽസി ലണ്ടനും തമ്മിലുള്ള കളിയാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഏത് നീലയായിരിക്കും വിജയിക്കുക? വെംബ്ലിയിൽ 16-ാം തീയതി തീപ്പാറുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ചെൽസി വിസസ് ലീഡ്സ് യുണൈറ്റഡ് ഗംഭീര മത്സരമായിരുന്നു. ലീഡ്സ് യുണൈറ്റഡിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയത് മുതലാക്കാൻ പറ്റില്ല, അതേപോലെ ചെൽസിയും കിട്ടിയിരുന്നു. പക്ഷേ സാഞ്ചസിന്റെ ആ ഒരു ഗോൾ കീപ്പർ മികവ് എടുത്ത് പറയാതിരിക്കാൻ പറ്റും. കിട്ടിയ സേവുകൾ, ഉറച്ച 2-3 ഗോള് സേവുകൾ, അതേപോലെ ലീഡ്സ് യുണൈറ്റഡിനും കിട്ടിയിരുന്ന അവസരങ്ങൾ, പക്ഷെ അത് മുതലെടുക്കാൻ പറ്റില്ല. അതേപോലെ സിറ്റിയുടെയും സദംപ്ടൺ എഫ് സിയുടെയും മത്സരം നോക്കുകയാണെങ്കിൽ 80 മിനിറ്റ് വരെ ഗോൾ രഹിതമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യ വെട്ടികൊണ്ട പൊട്ടിക്കുന്ന സദംപ്ടൺ എഫ് സിയുടെ കിട്ടിയ ഗോളാണ്. അതിനുശേഷം ഒരു ഇങ്ങനെ ആ സ്റ്റേഡിയം മൊത്തം, വെംബ്ലി മൊത്തം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. സദംപ്ടൺ എഫ് സിയുടെ കാണികൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 3 മിനിറ്റ് അതിന്റെ ഒരു വില ഉണ്ടായിരുന്നു. 3 മിനിറ്റ് ശേഷം നമ്മുടെ ചങ്ങായി വന്നിട്ട് ഒരു ഗോൾ അടിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, എന്താ ഒരു ഗോൾ എന്നറിയോ? അതൊരു ഡിഫ്ലക്ഷനിലാണ് ആ ഗോൾ ആയതെങ്കിലും, പക്ഷെ അതുവരെ ആ ഒരു 3 മിനിറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന സ്റ്റേഡിയം ഒരു സൈഡ് അങ്ങനെ സൈലന്റ് ആക്കണം. പിന്നെ കളി കുറച്ചുകൂടെ നീണ്ടു പോകുന്നു. നിക്കോളാസിന്റെ ഒരു കിഡിലൻ, എന്താ പറയുക, ഒരു റോക്കറ്റ് റേഞ്ചർ പറയില്ലേ. എനിക്ക് ഇവരുടെ ഗോൾ കീപ്പർ, എഫ് സിയുടെ ഗോൾ കീപ്പർ ഡൈവ് ചെയ്തിട്ട് ലീവ് ചെയ്യണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് വെളിയിൽ പോകുന്നു വിചാരിച്ചില്ലെന്നറിയില്ല. പക്ഷെ ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, എന്താ പറയാ, ഒരു ബാങ്കർ റോക്കറ്റ് പുള്ളിങ് ഷോട്ട് പറയില്ല. ആ ഗോൾ പോസ്റ്റിൽ കയറി പോയിട്ട് ആ വലയൊക്കെ പൊട്ടിക്കുന്നു വിചാരിച്ചു. കിട്ടില്ല ഒരു ഗോള്. അതോടുകൂടിയിട്ട് പിന്നെ കുറേ അറ്റംപ്റ്റുകളാണ് രണ്ട് ടീമും. സിറ്റിയും അതേപോലെ സമനില ഒരുക്ക് വേണ്ടിയിട്ടും അവർ കളിക്കുമ്പോൾ, സദൺ എഫ് സി സമനിലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കളി കളിക്കുമ്പോൾ സിറ്റി ഡിഫൻസ് ഒന്നല്ല, സിറ്റി പരമാവധി കൗണ്ടർ കാര്യങ്ങളൊക്കെ അതിന്റെ ഡോക്കനൊക്കെ കിടിലൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോളാക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെ 2-1 സിറ്റി ജയിക്കുകയാണ്. സദൺ എഫ് സിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ELF കപ്പിൽ 2016-17 സീസണിലെ ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 3-2 പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കിടിലൻ ഇതേപോലെ ഒരു പെർഫോമൻസ് എത്തിയിട്ടാണ് അവർ ആ ഒരു കപ്പിന്റെ ചുണ്ടിന്റെ അടുത്ത് വെച്ച് ആ കപ്പ് നഷ്ടപ്പെട്ടത്. റിലിഗേഷൻ സോണിൽ പോയി, അതിനുശേഷം തരം താഴ്ത്തപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കളിച്ച് അങ്ങനെ തരം താഴ്ത്തപ്പെട്ട ഒരു ക്ലബ്ബാണ്. പക്ഷെ അവരുടെ കളി ആഴ്സണലിനെതിരെ കണ്ടവർക്കും അതേപോലെ സിറ്റിക്കെതിരെ കണ്ടവർക്കും അവരൊരു തേർഡ് ഡിവിഷൻ കളിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ തരം താഴ്ത്തപ്പെട്ട ഒരു ലീഗിൽ കളിക്കുന്ന ഒരു ക്ലബ്ബാണെന്ന് ഒരിക്കലും പറയില്ല. അത്ര മനോഹരമായിട്ടാണ് ഒരു ഫുട്ബോൾ കളിക്കേണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പോയവരൊക്കെ പോയി. നമുക്ക് ഇനി നോക്കേണ്ടത് സിറ്റിയുടെയും അതേപോലെ തന്നെ ചെൽസിയും. ഇതിൽ ആരായിരിക്കും മെയ് 16-ാം തീയതി വെംബ്ലിയിൽ ആ FA കപ്പ് മുത്തമിടാന്നുള്ളത് കാത്തിരുന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നവർക്കില്ല. ആരായിരിക്കും ജയിക്കാൻ, സിറ്റിയാണോ അതോ ചെൽസി ആണോ എന്നുള്ളത്. അപ്പോഴേക്കും ചെൽസിക്ക് പുതിയൊരു മാനേജറൊക്കെ സെറ്റായി വരുമെന്ന് വിചാരിക്കുന്നു. അത് എന്തായാലും കാത്തിരുന്ന് കാണാൻ. ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്കാണെന്ന് അറിയില്ല. എന്തായാലും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായിരിക്കും ജയിക്കാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.